ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണേ. അതിനാവശ്യമായ മത്തങ്ങ, പിന്നെ മത്തങ്ങ എരിശ്ശേരിയുടെ കൂടെ കുറച്ച് ചേന ചേർത്താൽ അത് നല്ലതാണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേന കൂടി എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിവാക്കാം. മത്തങ്ങ ചേർക്കുമ്പോൾ മത്തങ്ങ വല്ലാതെ ഉടഞ്ഞു പോകാറുണ്ട്. ചേന കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. മത്തങ്ങ ഒന്ന് കലങ്ങിപ്പോയാലും ചേന നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിനെ നന്നായി സപ്പോർട്ട് ചെയ്യും കേട്ടോ. അടുത്തത് വൻപയറാണേ. വൻപയർ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഇതാ വൻപയർ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലെ. ഒരുപാട് കലങ്ങിപ്പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം കേട്ടോ. വൻപയറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ചേന ചേർത്തു. ചേന ഏറ്റവും താഴെ പുറകെ തന്നെ മത്തങ്ങയും ചേർക്കുവാണ് കേട്ടോ. മത്തങ്ങ വെള്ളത്തിലധികം മുങ്ങി കിടക്കുന്നില്ലേ. മത്തങ്ങ ഒരു ആവിയിൽ വേകുന്ന പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഞാൻ കുക്കർ അടക്കുന്നില്ല, തുറന്നു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിലില്ലാതെ അടച്ചു വെച്ചും വേവിക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ടേ. എന്നൊക്കെ ഞാൻ മത്തങ്ങ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ഇതൊരു പായസ പരുവത്തിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കുക്കർ അടച്ച് വേവിക്കാനുള്ള ധൈര്യം എനിക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും മത്തങ്ങ തുറന്നു വെച്ചാണ് വേവിക്കാറ്. ഇതിലേക്ക് ആവശ്യമായ അരപ്പുണ്ടാക്കാനായിട്ട് എടുക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ജീരകം, 4-5 കഷ്ണം ചെറിയ ഉള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്, തേങ്ങ. പച്ചമുളകിന് പകരം അല്പം മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അധികം മൂക്കാത്ത തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പയർ വേവിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഉപ്പ് ചേർത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് അരപ്പിലും ചേർക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഉപ്പ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വീണ്ടും ആഡ് ചെയ്യാവുള്ളേ. പിന്നെ ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഇത്ര വേണ്ട കേട്ടോ. ഞാൻ സ്പൂണിലെടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയതാ. ഇത് നന്നായി അരച്ച് നമ്മളുടെ എരിശ്ശേരിയിലേക്ക് ചേർക്കാം. നന്നായി അരക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെണ്ണ പോലെ അരയണ്ട, എന്നാൽ തീരെ അങ്ങ് നമ്മൾ അവിയലിൻ്റെ പരുവവും പോരാ കേട്ടോ. ഈ പരുവത്തിൽ കിട്ടണം കേട്ടോ. എന്നിട്ടത് നമുക്ക് തിളയ്ക്കാൻ വെക്കാം. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ള താളിപ്പും തേങ്ങ വറുത്തതും റെഡിയാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ കടുക്, ചുമന്ന ഉള്ളി, വറ്റൽമുളക്, വേപ്പില എന്നിവയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങ ചേർക്കുവാണേ. തേങ്ങ ചേർത്ത് ഒരു ബ്രൗൺ കളർ വരെ നന്നായി മൂപ്പിക്കുക. തേങ്ങ ചേർത്തിട്ടുണ്ടേ. തേങ്ങ ഒരു ബ്രൗൺ കളറാവും വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഒരുപാട് മൂക്കണമെന്നില്ല കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവുകയും വേണ്ട. നമ്മൾ തേങ്ങ വറുത്തരക്കുമ്പോഴുള്ള ആ പരുവത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഞാൻ ചേർക്കുവാണേ. ദാ ഈ പരുവത്തിലാണ് ഞാൻ പാനിൽ ആ ബ്രൗൺ കളർ എത്തിയത് ഞാൻ മിസ് ചെയ്തു പോയി വീഡിയോയിൽ. ഞാനത് ചേർത്ത് കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പരുവത്തിലാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തത് കേട്ടോ. ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ. എരിശ്ശേരി തയ്യാറാക്കിയാൽ ഉടനെ തന്നെ ഒരു പാത്രത്തിൽ നല്ല ചൂടോടെ അത് മാത്രമായിട്ടെടുത്ത് കഴിക്കാറുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ എരിശ്ശേരി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതിനകത്ത് എന്തൊക്കെ ചേരുവകളുണ്ട്? പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു നേരത്തെ ഒരു മീലായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതല്ലേ ഇത്. പേര് പോലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ഐറ്റമാണ് എരിശ്ശേരി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഓണത്തിന് വളരെ സിമ്പിളും ഹെൽത്തിയുമായ നമ്മുടെ എരിശ്ശേരിയെ ഉണ്ടാക്കാൻ അറിയില്ല എന്ന കാരണത്താൽ ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.